നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇത്തരം വാക്കുകൾ നമ്മിൽ നിന്നും വരാറുണ്ടോ? എങ്കിൽ നാം ശ്രദ്ധിക്കേണ്ടതാണ്. നീ നന്നായാൽ ഞാനും നന്നാകും, അതല്ല നേരെ മറിച്ച് നീ പെശകായാൽ ഞാനും പെശകാകും എന്നുള്ള വാക്ക്, ഇതുപോലെയുള്ള മറ്റുള്ള വാക്കുകൾ നാം നമ്മുടെ ജീവിതത്തിൽ സാധാരണയായിട്ട് കേൾക്കാനിടയുള്ള ഒരു വാക്കാണ്. ഇത് അതീവ ഗുരുതരമായ ഒരു വാക്കാണ്. നീ നന്നായാൽ ഞാൻ നന്നാകും, വേണമെങ്കിൽ നമുക്ക് ഒപ്പിക്കാം. അവൻ നന്നാകേണ്ട ആവശ്യമില്ല നമ്മൾ നന്നാകാൻ, അത് വേറെ കാര്യം. നേരെ മറിച്ച് നീ പെശകായാൽ നീ വടക്കായാൽ ഞാനും വടക്കന്നെയാണ്, അതൊരിക്കലും തന്നെ പറയാൻ പാടില്ല. വേറൊരുത്തൻ എന്തെങ്കിലും തിന്മ ചെയ്താൽ അല്ലെങ്കിൽ ഓനെ ഏതെങ്കിലും തരത്തിൽ മോശമായാൽ ആ മോശമായ കാരണം കൊണ്ട് നമ്മളും മോശമാകണോ? അത് വലിയ ഗുരുതരമായ ഒരു വാക്കാണത്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ അല്ലെങ്കിൽ സാഹചര്യത്തിൽ പെട്ടുകൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്ന് പല തെറ്റുകളും സംഭവിക്കും. അത് സ്വാഭാവികമാണ്. അങ്ങനെ സംഭവിച്ചാൽ ആ തെറ്റുകൾക്ക് പരിഹാരമായിട്ട് പടച്ച റബ്ബിനോട് മാപ്പ് ചോദിക്കും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് അതിന് പരിഹാരം. അതിന് പകരമായിട്ട് ധിക്കാരപരമായ വാക്കുകൾ ഉപയോഗിക്കുക, ഇതെന്താണ് ഞാൻ മോശമാകും, അങ്ങനെ ഒരാളും പറയാൻ പാടില്ല. ഞാൻ തിന്മ ചെയ്യും എന്ന് ഒരാൾക്ക് പറയാൻ പറ്റുമോ? അത് ഒരിക്കലും തന്നെ ഒരു മുസ്ലിമായ ഒരാളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തൊരു വാക്കാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പടച്ചത് യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാനാണ്. നല്ല ഒരു മനുഷ്യനായിട്ട്, നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനായിട്ട് ജീവിക്കാനാണ് അല്ലാഹു തആല നമ്മെ പടച്ചിട്ടുള്ളത്. നാം ദിവസവും 5 നേരം പടച്ച റബ്ബിനോട് പറയുന്നത് ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ ജീവിതവും എൻ്റെ മരണവും പടച്ച റബ്ബിനുള്ളതാണ് എന്നുള്ളതായ ആ ഒരു പ്രതിജ്ഞ നാം ദിവസവും എടുക്കുന്നവരാണ്. ഈ പ്രതിജ്ഞ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇതിന് വിരുദ്ധമായ ഒരു വാക്ക് നമ്മിൽ നിന്നും അറിയാതെ ഉണ്ടാകാൻ പാടില്ല. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ വാക്ക് നാം പലപ്പോഴും ഉപയോഗിക്കാറുള്ളത് നമ്മുടെ എതിർദിശയിലുള്ള സഹോദരൻ എന്തെങ്കിലും പറയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴോ ആണ് പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. ഇത്തരം സന്ദർഭത്തിൽ ഒന്നെങ്കിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കുക, അവനെ നന്മയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായ ആ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരുപക്ഷെ ഈ വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം നമ്മെ ദേഷ്യം പിടിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തനമോ എന്തെങ്കിലും ഒരു വാക്കോ അവനിൽ നിന്നുണ്ടാകും. അതുകൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ടും നമ്മുടെ ഭാഗത്തു നിന്ന് നീ തറയായാൽ അല്ലെങ്കിൽ ഞാൻ കൂതറാകും ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നാം ക്ഷമിക്കുകയാണ് വേണ്ടത്. നാം ക്ഷമയുള്ളവരായിട്ട് മാറുക. ക്ഷമിക്കുന്നവർക്ക് കണക്കില്ലാത്ത പ്രതിഫലമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുക. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ആരോഗ്യം നൽകിയിട്ടുണ്ട്, നല്ല കരുത്ത് നൽകിയിട്ടുണ്ട്. ആ കരുത്ത് മറ്റൊരാളെ ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല, മറിച്ച് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഏറ്റവും വലിയ കരുത്തുള്ളവൻ അത് ക്ഷമിക്കുന്നവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ക്ഷമിച്ച് കരുത്തുള്ളവനാവുക, അതിനാണ്. മറ്റുള്ളത് ഇപ്പോൾ ആരോഗ്യം ഉണ്ടെങ്കിൽ 2 അടി കൊടുക്കാൻ പ്രയാസമില്ല, അത്യാവശ്യം നാവിന് നീളമുണ്ടെങ്കിൽ 2 വാക്ക് പറയാനും പ്രയാസമില്ല, മറിച്ച് അത് ക്ഷമിക്കാനുള്ള കരുത്തുണ്ടാവുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടതും. എവിടെയോ വായിച്ച ഒരു കഥ ഓർമ്മ വരികയാണ്. അത്യാവശ്യം നല്ല ആരോഗ്യവും തടിയൊക്കെ ഉള്ള ഒരു മനുഷ്യൻ ഒരു ദിവസം ബസ്സിൽ കയറുകയാണ്. ബസ്സിൽ കയറിയപ്പോൾ അവിടെ 2ആക്കി ഇരിക്കാൻ പറ്റിയൊരു സീറ്റുണ്ട്. ആ സീറ്റിൻ്റെ ഒരു മൂലയിൽ ഒരു തടി കുറഞ്ഞ ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ബസ്സിലേക്ക് കയറുകയും ആ സീറ്റിൽ ഇരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഇപ്പുറത്തുള്ള സീറ്റിൽ ഇരുന്നു. സ്വാഭാവികമായും കുട്ടികൾക്കുണ്ടാകുന്നൊരു പ്രകൃതിയുണ്ട്. സാധാരണ സ്കൂളിലായാലും മദ്രസയിലായാലും ഈ തലഭാഗത്തിരിക്കുന്ന ഒരാളെന്ത് ചെയ്യും, മറ്റുള്ള കുട്ടികളെന്ത് ചെയ്യും, ഊരയുടെ ഭാഗം കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യും, ഒരു പ്രകൃതിയാണല്ലോ, ആ ഊരയുടെ ഭാഗം കൊണ്ട് ഇങ്ങനെ തള്ളിയിട്ട് നിലത്തേക്ക് തള്ളിയിടുന്നൊരു സ്വഭാവം. അപ്പോൾ ഇതേപോലത്തെ ഒരു സ്വഭാവം ഇദ്ദേഹം ആ സീറ്റിൽ വന്ന് ഇരുന്നപ്പോൾ ഈ മെലിഞ്ഞ മനുഷ്യൻ മെല്ലെ ഇങ്ങനെ എന്ത് ചെയ്തു, ഊരൻ്റെ ഭാഗം കൊണ്ട് ഇങ്ങനെ ഒരു തള്ളുന്നൊരു സ്വഭാവം. ഇത് കണ്ടപ്പോൾ ഇദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഇദ്ദേഹമാണ് ആദ്യം തന്നെ ഇറങ്ങിപ്പോയത്. ബസ്സിൽ നിന്ന് ആദ്യം ഇറങ്ങേണ്ട ആളും ഇദ്ദേഹം തന്നെ ആയിരുന്നു, ഈ തടിച്ച ആൾ. പക്ഷേ ഈ ഇറങ്ങുന്ന സമയം വരെ അദ്ദേഹം ആ മെലിഞ്ഞ ആൾ ഈ തടിയുള്ള മനുഷ്യനെ ഇങ്ങനെ ഉന്തുന്ന ഒരു പ്രകൃതിയായിരുന്നു. അങ്ങനെ ഈ തടിയുള്ള യുവാവ് ബസ്സിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഈ മെലിഞ്ഞ ആൾക്ക് തൻ്റെ കീശയിൽ നിന്ന് ഒരു കാർഡ് എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കുകയും അദ്ദേഹം ഒന്നും പറയാതെ ആ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു.
ഇറങ്ങിപ്പോയപ്പോൾ ഈ മെലിഞ്ഞാൾ കാർഡ് എടുത്ത് നോക്കിയപ്പോഴാണ് അത്ഭുതപ്പെട്ടത്. വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഫസ്റ്റ് റാങ്ക് നേടിയ ഒരു ചെറുപ്പക്കാരനായിരുന്നു ആ വന്നിരുന്നത് എന്ന് അത് നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. ഈ ആരോഗ്യമുള്ള ഈ മനുഷ്യനെങ്ങാനും ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ആ സൈഡിലിരിക്കുന്ന ആളൊന്നും പഞ്ചറാകുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് അത് സംഭവിച്ചില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മനക്കരുത്താണ്, ആ ക്ഷമിക്കാനുള്ള ആർജവമാണ്. ആ ആർജവമാണ് നാം നേടിയെടുക്കേണ്ടത്. ആരോഗ്യം ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ നാവിന് അത്യാവശ്യം നീളം ഉണ്ടായതുകൊണ്ട് അത് എല്ലായിടത്തും ഉപയോഗിക്കാനുള്ളതല്ല എന്നുള്ളത് നാം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് നാം ക്ഷമയുള്ളവരാവുക, ക്ഷമയിൽ പരസ്പരം മത്സരിക്കുന്നവരാവുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.